അമേരിക്കയിലെ ലാസ് വെഗാസിൽ നിന്ന് 130 കിലോമീറ്റർ വടക്കോട്ട് മാറി നെവാഡ മരുഭൂമിയിലുള്ള ഒരു സ്ഥലത്തിൻ്റെ പേരാണ് ഏരിയ 51. ഈ ഒരു പ്രദേശത്തെക്കുറിച്ച് കേൾക്കാത്തവരും അതുമായി ബന്ധപ്പെട്ട കഥകൾ കേട്ടിട്ടില്ലാത്തവരുമായിട്ട് ആരും ഉണ്ടാവില്ല. കാരണം അത്രത്തോളം ഈ ഡിജിറ്റൽ ലോകത്ത് ഒരുപാട് മനുഷ്യരിലേക്ക് എത്തിയതും ഒരുപാട് സംശയങ്ങൾ ജനിപ്പിക്കുന്നതുമായിട്ടുള്ളൊരു പ്രദേശമാണ് അമേരിക്കയിലെ നിഗൂഢം എന്ന് പറയപ്പെടുന്ന ഈ ഒരു സ്ഥലം. സത്യത്തിൽ ഏരിയ 51 എന്ന് പറയുന്ന പേര് തന്നെ പഞ്ചായത്ത് ഓഫീസിലൊരു സ്ഥലത്തിന് പേര് കൊടുക്കുന്നത് പോലെയുള്ളൊരു കോഡ് നാമം മാത്രമാണ്. എങ്കിലും അവിടെ എന്ത് സംഭവിച്ചു അല്ലെങ്കിൽ എന്താണ് നടക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് നമ്മൾ ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ ആളുകൾ മറുപടി പറയാൻ സാധ്യതയുള്ളത് പച്ച മനുഷ്യരെക്കുറിച്ചും പറക്കുന്ന തളികകളെക്കുറിച്ചും ഗവൺമെൻറ് മറച്ചു വയ്ക്കുന്ന അന്യഗ്രഹ സത്യങ്ങളെക്കുറിച്ചും ഒക്കെയാണല്ലേ. എന്നാൽ ആ ഒരു കഥയ്ക്ക് അല്ലെങ്കിൽ അതിന് പിന്നിൽ ഒരു വലിയ ചരിത്രമുണ്ട്. ഈ ചരിത്രത്തെ അന്വേഷിച്ച് പോയതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു എപ്പിസോഡ് ചെയ്യുന്നത്. ചില ഊഹാപോഹങ്ങളിൽ നിന്നും ചിലരുടെ വെളിപ്പെടുത്തലുകളിൽ നിന്നും നെയ്തെടുത്ത ശീതകാല യുദ്ധത്തിൻ്റെയും ഭയത്തിൽ നിന്നും ഒക്കെ തന്നെ പിറവിയെടുത്ത പല കഥകളും ഏരിയ 51മായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. സോ ഏരിയ 51 ഉണ്ടാകുന്നതിനും വർഷങ്ങൾക്ക് മുമ്പാണ് ഒരുപാട് സംശയങ്ങൾ ജനിപ്പിക്കുന്ന സംഭവങ്ങൾ അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഞാൻ അന്വേഷിച്ച് പോയപ്പോഴാണ് സത്യത്തിൽ എന്താണ് ഇതിൻ്റെയൊക്കെ തുടക്കമെന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ 1947 ജൂലൈയിലാണ് ആദ്യമായിട്ട് രേഖകൾ പ്രകാരം ഏരിയ 51ൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നത്. അമേരിക്കയിലെ ന്യൂ മെക്സിക്കോയിലെ റോസ്വെൽ എന്ന പട്ടണത്തിനടുത്തുള്ള ഒരു പുൽമേട്ടിൽ എന്തോ ഒന്ന് തകർന്നു വീണതിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി എന്നുള്ള വാർത്ത പരക്കുകയും പത്രമാധ്യമങ്ങൾ ഉൾപ്പെടെ അത് വന്നതായിട്ടും പറയപ്പെടുന്നുണ്ട്. അവിടുത്തെ എയർഫോഴ്സ് ബേസിലെ ഇൻ്റലിജൻസ് ഓഫീസറായ മേജർ ജെസ്സി മാർസലിൻ്റെ നേതൃത്വത്തിൽ സൈന്യം അവിടെ എത്തിച്ചേരുകയും ആ തകർന്നു വീണു എന്ന് പറയപ്പെടുന്ന വസ്തുക്കൾ പരിശോധിക്കാനും ആരംഭിച്ചു. തുടർന്ന് റോസൽ ആർമി എയർഫീൽഡ് ഒരു പത്രക്കുറിപ്പിറക്കി. അവർ ഒരു പറക്കും തളിക, ഇംഗ്ലീഷിൽ പറഞ്ഞ ഫ്ലൈയിങ് സോസറിനെ കണ്ടെത്തിയിരിക്കുന്നു. ലോകമാധ്യമങ്ങൾ സത്യത്തിൽ ഈ ഒരു വാർത്ത ആഘോഷിക്കുകയാണ് ചെയ്തത്. പക്ഷേ 24 മണിക്കൂറിനുള്ളിൽ പട്ടാളം ആ പ്രസ്താവന പിൻവലിച്ചു. പുതിയൊരു പത്രസമ്മേളനം നടത്തി അവർ പറഞ്ഞു അത് വെറുമൊരു കാലാവസ്ഥാ നിരീക്ഷണത്തിനായിട്ടുള്ള ബലൂൺ ആയിരുന്നു എന്ന്. ആളുകൾക്ക് സംശയമുണ്ടായെങ്കിലും അതോടുകൂടി ആ കഥ തൽക്കാലത്തേക്ക് മരിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം 1980കളിൽ UFO ഗവേഷകർ റോസൽ കഥയെ വീണ്ടും പൊടിതട്ടി എടുത്തിട്ട് നെവാഡയിലെ ആ രഹസ്യമായിട്ടുള്ള ബേസുമായിട്ട് ബന്ധിപ്പിക്കാൻ തുടങ്ങി. റോസലിൽ നിന്ന് കിട്ടിയ അവശിഷ്ടങ്ങളും അതിനേക്കാൾ ഉപരി അവിടെ നിന്ന് കിട്ടിയെന്ന് പറയപ്പെടുന്ന അന്യഗ്രഹ ജീവികളുടെ മൃതദേഹങ്ങളും പഠനത്തിനായി ലോകത്തിലെ ഏറ്റവും രഹസ്യമായ സ്ഥലത്തേക്ക്, അതായത് ഏരിയ 51ലേക്ക് കൊണ്ടുപോയി എന്നൊരു തിയറി ശക്തമായി വന്നു. പക്ഷേ ഇതിന് കാര്യമായ തെളിവുകളൊന്നുമില്ലായിരുന്നു. സോ ഒരു കെട്ടുകഥയ്ക്ക് വിശ്വസനീയമാണെന്ന് തോന്നാവുന്ന ഒരു അടിത്തറ നൽകാൻ ഇത്തരത്തിലുള്ളൊരു ബന്ധം മാത്രം മതിയായിരുന്നു. റോസൽ ഒരു തീപ്പൊരിയായിട്ടുള്ള കഥയായി മാറിയെങ്കിൽ അതിനെ കാട്ടുതീയാക്കി മാറ്റിയ ഒരു വ്യക്തിയായിരുന്നു ബോബ് ലാസർ. 1989 ലാസ് വെഗാസിലെ ഒരു TV ചാനലിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു. മുഖം കാണിക്കാതെ ആദ്യം ഡെന്നിസ് എന്നൊരു അപരനാമത്തിൽ ശബ്ദം മാറ്റിയാണ് അയാൾ സംസാരിച്ചത്. താനൊരു ഫിസിസിസ്റ്റ് ആണെന്നും ഗ്രൂം ലേക്കിന് കുറച്ചപ്പുറത്തുള്ള പാപ്പൂസ് ലേക്ക് എന്ന് പറയുന്ന സ്ഥലത്തിനടിയിലെ S4 എന്ന് പറയുന്ന അതീവ രഹസ്യ കേന്ദ്രത്തിൽ ജോലി ചെയ്തിട്ടുണ്ട് എന്നും ഇദ്ദേഹം വെളിപ്പെടുത്തി. പിന്നീട് അയാൾ പറഞ്ഞ കാര്യങ്ങളാണ് ഏരിയ 51 എന്ന് പറയുന്ന ഇതിഹാസത്തെ ഇന്നത്തെ രൂപത്തിലുള്ള കഥകളാക്കി മാറ്റുന്നത്. അമേരിക്കൻ ഗവൺമെന്റിന്റെ കയ്യിലുള്ള അന്യഗ്രഹ പേടകങ്ങളെ റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്യുകയായിരുന്നു തൻ്റെ ജോലി എന്ന് വരെ അയാൾ പ്രഖ്യാപിക്കുകയുണ്ടായി. അങ്ങനെ 9 വ്യത്യസ്ത തരം പറക്കും തളികളെ കുറിച്ച് വിശദീകരിക്കുകയും അതിൽ സ്പോർട്സ് മോഡൽ എന്ന് പേരിട്ട ഒന്നിനെ കുറിച്ചാണ് താൻ പഠിച്ചതെന്നും അവകാശപ്പെടുകയുണ്ടായി. അതിൻ്റെ എഞ്ചിനെ കുറിച്ച് വളരെ ആധികാരികമാണെന്ന് തോന്നിക്കുന്ന രീതിയിലൊക്കെയുള്ള സംസാരമായിരുന്നു പുറത്തു വന്നത്. ആന്റി മാറ്റർ റിയാക്ടർ ആണ് അതിന് ശക്തി നൽകുന്നതെന്നും എലമെന്റ് 115 എന്ന് പേരുള്ള വളരെ സ്ഥിരതയുള്ള ഒരു മൂലകമാണ് അതിൻ്റെ ഇന്ധനമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ലാസറിന്റെ കഥയ്ക്ക് വളരെയധികം പ്രാധാന്യം ഉണ്ടായിരുന്നു. കാരണം സാങ്കേതികമായി തോന്നുന്ന ഒരുപാട് കാര്യങ്ങളും ടേമുകളുമൊക്കെ അതിനകത്തുണ്ട്. ഗ്രാവിറ്റി ആംപ്ലിഫയറുകൾ ഉപയോഗിച്ച് അത് സ്വന്തമായി ഒരു ഗുരുത്വാകർഷണ വലയം ഉണ്ടാക്കുമെന്നും അതുവഴി സ്പേസ് ടൈമിനെ വളച്ച് പ്രകാശത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുമെന്നും അയാൾ വിശദീകരിക്കാൻ തുടങ്ങി. പ്രത്യേകിച്ച് പേരുകളെയും പ്രവർത്തന രീതികളെയും കുറിച്ച് പറയുമ്പോൾ ഏരിയ 51ന്റെ കഥയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ വ്യക്തിയായി അദ്ദേഹം മാറി. പ്രത്യേകിച്ച് S4, എലമെന്റ് 115, റിവേഴ്സ് എഞ്ചിനീയറിംഗ് തുടങ്ങിയ അയാളുടെ അവകാശവാദങ്ങൾ സത്യത്തിൽ പുതിയ കാലത്തിലുള്ള അന്യഗ്രഹ ഗൂഢാലോചന സിദ്ധാന്തങ്ങൾക്കുള്ള പ്രധാന ബേസാണ്. അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലിൽ നിന്ന് ഒരുപാട് കഥകൾ പിന്നീട് ഒരു ഭാവനയിൽ എന്ന പോലെ മുളച്ചു പൊന്താൻ തുടങ്ങി. ഏരിയ 51 അന്യഗ്രഹ ജീവികളുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സ്ഥലമാണെന്ന് പറയുന്നവരുണ്ട്. പ്രസിഡന്റ് ട്രൂമാൻ രൂപീകരിച്ച മജസ്റ്റിക് 12 അഥവാ M12 എന്ന് പറയുന്ന രഹസ്യ സമിതിയുടെ പ്രധാനപ്പെട്ട ഗവേഷണ കേന്ദ്രമാണ് അവിടം എന്ന് പറയാറുണ്ട്. ഫൈബർ ഒപ്റ്റിക്സ്, മൈക്രോ ചിപ്പുകൾ, സ്റ്റെൽത്ത് ടെക്നോളജി തുടങ്ങിയ എല്ലാ ആധുനിക കണ്ടുപിടുത്തങ്ങളും മനുഷ്യൻ ഒറ്റയ്ക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നും അവിടെയുള്ള അന്യഗ്രഹ പേടകങ്ങളിൽ നിന്ന് കോപ്പി അടിച്ചതാണ് എന്നുമുള്ള കഥകൾ വരെ ഉണ്ടാകുന്നുണ്ട്.
അപ്പോൾ അവിടെ മനുഷ്യരും ഗ്രേ എന്ന് വിളിക്കപ്പെടുന്ന അന്യഗ്രഹ ജീവികളും തമ്മിലുള്ളൊരു ഡിപ്ലോമാറ്റിക് ഹബ്ബാണ് എന്നൊക്കെയുള്ള കഥകൾ നമുക്ക് ഇൻ്റർനെറ്റിൽ കാണാം. ഇത്തരം കഥകളുടെ നൂലുകൾ ഓരോന്നായിട്ട് നമുക്ക് അഴിച്ചെടുക്കാൻ സാധിക്കും. റോസ്വെൽ ഏരിയ 51 ബന്ധം തന്നെ നമുക്ക് ചരിത്രപരമായി നോക്കിയാൽ അസാധ്യമായ ഒരു കാര്യമാണ്. റോസ്വെൽ സംഭവം നടന്നത് 1947-ലാണ്. എന്നാൽ ഏരിയ 51 ഔദ്യോഗികമായി സ്ഥാപിക്കുന്നതും അവിടെ ആദ്യത്തെ നിർമ്മിതി ഉണ്ടാകുന്നതും തന്നെ 8 വർഷങ്ങൾക്ക് ശേഷമാണ്. അതും 1955 U-2 ചാരവിമാനം പരീക്ഷിക്കാൻ. അന്ന് നിലവിലില്ലാത്തൊരു ബേസിലേക്ക് അവശിഷ്ടങ്ങൾ കൊണ്ടുപോയി എന്ന് പറയുന്നതിൽ യാതൊരു വിധത്തിലുമുള്ള യുക്തിയുമില്ല. എന്നാൽ ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളുടെ കാലത്ത് നല്ലൊരു കഥയ്ക്ക് മുന്നിൽ നമ്മൾ എത്ര സത്യം പറഞ്ഞാലും അതിന് പ്രസക്തി ഇല്ലാണ്ടാവും. ബോബ് ലാസറിന്റെ വിശ്വാസ്യതയാണ് ഇത്തരത്തിലുള്ള ഇതിഹാസങ്ങളുടെ ആണിക്കല്ലെന്ന് ഞാൻ പറയും. അന്വേഷകരും പത്രപ്രവർത്തകരും ഒക്കെ തന്നെ ഇതിന്റെ പിന്നിൽ പതിറ്റാണ്ടുകളായിട്ട് നടക്കുകയും ഇയാളുടെ ഭൂതകാലം പരിശോധിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹം ഏരിയ 51 S4 ജോലി ചെയ്തതിന് യാതൊരു തെളിവും റെക്കോർഡിക്കലി കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അയാൾ പഠിച്ചുവെന്ന് അവകാശപ്പെടുന്ന MIT, കാൾടെക് പോലെയുള്ള ലോകോത്തര യൂണിവേഴ്സിറ്റികളിൽ ഇങ്ങനെ ഒരു വ്യക്തിയുടെ പേരിൽ യാതൊരു തരത്തിലുമുള്ള സർട്ടിഫിക്കറ്റോ റെക്കോർഡുകളോ ഇല്ല. പോരാത്തതിന് 1990 വേശ്യാലയ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ ഇയാൾ ശിക്ഷിക്കപ്പെട്ടതുകൊണ്ട് തന്നെ ബോബ് ലാസർ പുറത്തു പറഞ്ഞ പല കാര്യങ്ങളുടെയും വിശ്വാസ്യതയെ അയാളുടെ ജീവിതം വെച്ച് തന്നെ ഖണ്ഡിക്കാൻ പറ്റി. അദ്ദേഹത്തിൻ്റെ കഥയിലെ ഏറ്റവും വലിയൊരു തിരിച്ചടി വരുന്നത് ശാസ്ത്രത്തിൽ നിന്ന് മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് തെളിയിക്കാൻ പറ്റുക പല അവകാശവാദങ്ങളെയും. എലമെന്റ് 115 കുറിച്ചുള്ള അവകാശവാദം. ഈ എലമെന്റ് 115 എന്ന് പറഞ്ഞാൽ പീരിയോഡിക് ടേബിളിലെ 115ാമത്തെ മൂലകം എന്നുള്ളതാണ്. അപ്പോൾ ഇയാൾ വാദിക്കുന്ന സമയത്ത് നമുക്ക് 115ാമത്തെ മൂലകത്തെ 1989 കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. സോ ആരെന്ത് പറഞ്ഞാലും നമുക്കൊന്നും പറയാൻ പറ്റില്ല. എന്നാൽ 2003 ശാസ്ത്രജ്ഞർ ശരിക്കും 115ാമത്തെ മൂലകത്തെ ആർട്ടിഫിഷ്യലി ലാബിൽ ഉണ്ടാക്കിയെടുത്തു. എന്നിട്ട് അതിന് മോസ്കോവിയം എന്ന പേരും കൊടുത്തു. ഇവിടെയാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ്. ഈ ഒരു യഥാർത്ഥ എലമെന്റ്, അതായത് എലമെന്റ് 115 സെക്കൻഡിൽ ഒരു അംശം പോലും ആയുസില്ല. ലാബിൽ ഉണ്ടാക്കിയ ഉടനെ അത് വിഘടിച്ച് അസ്ഥിരമായി മാറിയ ഒരു മൂലകമാണെന്ന് കാണിച്ചു. പക്ഷേ ലാസർ പറഞ്ഞത് വളരെ സ്ഥിരതയുള്ള ശക്തമായൊരു ഇന്ധനമാണെന്നല്ലേ. സോ ഒരു ഇന്ധനത്തിനുണ്ടാകേണ്ട ഒരു ഗുണവും എലമെന്റ് 115 ഇല്ല. അപ്പോൾ പിന്നെ ഈ കഥകളെല്ലാം എവിടെ നിന്ന് വന്നു? ഇതിൻ്റെ ഉത്തരം അന്യഗ്രഹ ജീവികളിലല്ല. എൻ്റെ പഠനത്തിൽ എനിക്ക് മനസ്സിലായത് നമ്മുടെ ഭൂമിയിലെ ഏറ്റവും വലിയ സംഘർഷങ്ങളിൽ ഒന്നായ ശീതയുദ്ധത്തിൽ നിന്നാണ് ഏരിയ 51 ഇത്രത്തോളം കുപ്രസിദ്ധി ആർജിച്ചത് എന്നുള്ളതാണ്. 2ാം ലോക മഹായുദ്ധകാലത്ത് ഇവിടം വിമാനങ്ങൾക്ക് വെടിവെപ്പ് പരിശീലിക്കാനുള്ള ഒരു സ്ഥലമായിരുന്നു. പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ പിറവി ഒരു 10 വർഷം കഴിഞ്ഞ് സോവിയറ്റ് യൂണിയനും അമേരിക്കയും തമ്മിലുള്ള ശീതയുദ്ധം അതിൻ്റെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന സമയത്താണ്. CIA-യും ലോക പ്രശസ്തരായ ലോക്ഹീഡ് കമ്പനിയുടെ സ്കങ്ക് വർക്ക്സ് എന്ന് പറയുന്ന രഹസ്യ ടീമും ചേർന്നുകൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ളൊരു സ്ഥലം അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അവർക്ക് വളരെയധികം വിപ്ലവകരമായ ഒരു വിമാനം ഉണ്ടാക്കാൻ വേണ്ടി. മറ്റെല്ലാ വിമാനങ്ങളെക്കാളും ഉയരത്തിൽ പറക്കുന്ന സോവിയറ്റ് യൂണിയൻ്റെ രഹസ്യങ്ങൾ ഒപ്പിയെടുക്കാൻ കഴിയുന്ന ആകാശത്തിലെ ഒരു ചാരൻ. പ്രോജക്റ്റ് അക്വാടോൺ എന്നാണ് ആ പദ്ധതിയുടെ പേര്. U-2 ചാരവിമാനം ഉണ്ടാക്കാനുള്ള പദ്ധതിയായിരുന്നു അത്. ഇതിന് പരമരഹസ്യമായ ഒരിടം വേണം. അങ്ങനെ 1955 ഏപ്രിലിൽ ലോക്ഹീഡിൻ്റെ ഇതിഹാസ പൈലറ്റായ ടോണി ലെവിയർ CIA ഉദ്യോഗസ്ഥർക്കൊപ്പം നെവാഡ മരുഭൂമിയുടെ മുകളിലൂടെ വിമാനത്തിൽ പറക്കുമ്പോൾ താഴെ ഗ്രൂം ലേക്ക് എന്ന് പറയുന്ന ഉണങ്ങിയ ഒരു തടാകം കാണുകയുണ്ടായി. അതൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള സ്ഥലമായിട്ട് അദ്ദേഹത്തിന് തോന്നി. ആ തടാകം തന്നെ ഒരു റൺവേ പോലെ പരന്നു കിടക്കുന്നു. അപ്പോൾ വേണമെങ്കിലും അവിടെ വിമാനം ഇറക്കാം. അതിനു ചുറ്റും മലകളാൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥലം. ഇതിൻ്റെ ഏറ്റവും വലിയ സൗകര്യം എന്താണെന്ന് വെച്ചാൽ അന്ന് അണുബോംബ് പരീക്ഷണങ്ങൾ നിരന്തരം നടന്നിരുന്ന നെവാഡ ടെസ്റ്റ് സൈറ്റിൽ നിന്ന് സുരക്ഷിതമായ ഒരു അതിർത്തിക്കുള്ളിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. അതായത് റേഡിയേഷനും ഇല്ല, എന്നാൽ ആ ടെസ്റ്റ് സൈറ്റിനോട് ചേർന്ന് കിടക്കുകയും ചെയ്യുന്നു. സോ അന്നത്തെ പ്രസിഡന്റ് ഡേവിഡ് ഐസൻഹോവർ ഈ സ്ഥലം നേരിട്ട് ടെസ്റ്റ് സൈറ്റിനോട് കൂട്ടിച്ചേർക്കാനുള്ള ഉടമ്പടി ഒപ്പുവെച്ചു. അങ്ങനെ ഏരിയ 51 ഔദ്യോഗികമായി അവിടെ രൂപം കൊണ്ടു. പക്ഷേ ഈ സ്ഥലമുണ്ട് എന്നോ ഈ സ്ഥലത്തിൻ്റെ പേര് ഇങ്ങനെയാണോ എന്നൊക്കെ 2000-ന് ശേഷമാണ് പുറം ലോകം കൺഫേം ചെയ്യുന്ന രീതിയിലുള്ള രേഖകൾ അമേരിക്ക പുറത്തുവിടുന്നത്. പ്രത്യേകിച്ച് ഒബാമയൊക്കെയാണ് ഏരിയ 51-നെ അക്നോളജ് തന്നെ ചെയ്യുന്നത്. സോ ഈ ഒരു സ്ഥലത്ത് വെച്ചാണ് ആ മിത്ത്, അതായത് ആ ഒരു കെട്ടുകഥ ആരംഭിക്കുന്നത്. ആകാശത്തിൻ്റെ ഉയരത്തിൽ കണ്ട വെളിച്ചത്തിൻ്റെ തിളക്കത്തിൽ നിന്നാണ് ആളുകൾക്ക് ആദ്യമായി ആ പ്രദേശത്ത് നിന്ന് സംശയങ്ങൾ ഉണ്ടാകുന്നത്. 1950കളുടെ പകുതിയോടെ U-2 വിമാനം ഗ്രൂം ലേക്കിൽ നിന്ന് പറന്നു തുടങ്ങാൻ ആരംഭിച്ചു. അതായത് 1955-ന് ശേഷം. സത്യത്തിൽ അതിന് 60,000 അടിക്ക് മുകളിൽ, ചിലപ്പോൾ ഒരു 70,000 അടിക്ക് മുകളിൽ വരെ പറക്കാനുള്ള ശേഷിയുണ്ടായിരുന്നു. സോ നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക, 1955കളിൽ സാധാരണ ഏതൊരു യാത്രാ വിമാനവും പറക്കുന്നത് 10,000-നും 20,000-നും അടി ഉയരത്തിലുള്ള സ്ഥലത്താണ്. സോ അന്നത്തെ ഏറ്റവും ശക്തിയേറിയ യുദ്ധവിമാനങ്ങൾ പോലും 40,000 അടിയിലെത്തുമ്പോൾ കിതയ്ക്കാൻ തുടങ്ങും. അപ്പോൾ നിങ്ങളൊന്ന് സങ്കല്പിക്കുക, 1956-ലെ ഒരു എയർലൈൻ പൈലറ്റാണ് നിങ്ങൾ. സന്ധ്യാസമയത്ത് മുകളിലേക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ തലയ്ക്ക് മുകളിലൂടെ
ഒരു 40,000 അടി കൂടി എക്സ്ട്രാ ഉയരത്തിൽ സൂര്യരശ്മി തട്ടി തീ പോലെ തിളങ്ങുന്ന എന്തോ ഒരു സാധനം വളരെ വേഗത്തിൽ പാഞ്ഞു പോകുന്നു. മനുഷ്യന് ഉണ്ടാക്കിയ ഒന്നും അത്രയും ഉയരത്തിൽ പറക്കാൻ പാടില്ല എന്നാണ് നമ്മുടെ വിശ്വാസം. സോ അങ്ങനെ നമ്മുടെ ലോകത്ത് ഒന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും. അങ്ങനെ നമ്മൾ തിരിച്ചറിയുന്ന പേടകങ്ങളെയാണ് അജ്ഞാത പേടകങ്ങൾ അല്ലെങ്കിൽ അൺഐഡൻറ്റിഫൈഡ് ഏരിയൽ വെഹിക്കിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കണ്ടെന്ന് പറഞ്ഞ് എയർഫോഴ്സിലേക്ക് റിപ്പോർട്ടുകളുടെ ഒരു പ്രളയം തന്നെ വരാൻ തുടങ്ങി. എയർഫോഴ്സ് ആകെ കുടുങ്ങി. സത്യം പറഞ്ഞാൽ ആളുകൾ എന്താണ് കാണുന്നതെന്ന് എയർഫോഴ്സിന് കൃത്യമായിട്ട് അറിയാൻ പറ്റും. പക്ഷേ സത്യം പറയാൻ പറ്റുമോ? ഇല്ല. കാരണം തങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ഒരു ചാരവിമാനം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് സോവിയറ്റ് യൂണിയനോട് തങ്ങളുടെ രഹസ്യം സ്വയം നമ്മൾ വിളിച്ചു പറയുന്നത് പോലെ ആവില്ലേ? അതുകൊണ്ട് അവർ ഒരു തന്ത്രം പ്രയോഗിച്ചു. ഔദ്യോഗികമായി സ്വന്തം ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക. അങ്ങനെ അവർ പത്രക്കുറിപ്പുകൾ ഇറക്കാൻ തുടങ്ങി. ആകാശത്ത് കണ്ടതൊരു സാധാരണ പ്രകൃതി പ്രതിഭാസമാണ്, അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാത്ത ചില വസ്തുക്കൾ ആകാശത്ത് പറക്കുന്നുണ്ട്, അതുമല്ലെങ്കിൽ ഉയരത്തിൽ പറക്കുന്ന ഒരു കാലാവസ്ഥ ബലൂണൊക്കെ ആയിരിക്കാം എന്നൊക്കെ അവർ നുണ പറയാൻ തുടങ്ങി. രാജ്യസുരക്ഷ എന്ന വലിയൊരു സത്യം സംരക്ഷിക്കാനാണ് ഇങ്ങനെ നുണ പറയുന്നത് എന്ന് അന്നത്തെ ആളുകൾക്ക് അറിയില്ലായിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്തപ്പോൾ അവർ അറിയാതെ തന്നെ ഒരു കാര്യം ആളുകളുടെ മനസ്സിൽ ഉറപ്പിച്ചു. നെവാഡ മരുഭൂമിക്ക് മുകളിലെ ആകാശത്ത് വിചിത്രമായ വസ്തുക്കളെ നോക്കിയാൽ കാണാൻ പറ്റും. പക്ഷെ ഗവൺമെന്റ് അത് എപ്പോഴും നിഷേധിക്കും. അവർ പറഞ്ഞ ഓരോ നുണയും ഏരിയ 51 എന്ന അന്യഗ്രഹ ഇതിഹാസത്തിനുള്ള വളമായി മാറുകയായിരുന്നു. 1960 മെയ് 1 ഫ്രാൻസിസ് ഗാരി പവേഴ്സ് പറത്തിയ U2 വിമാനം സോവിയറ്റ് യൂണിയൻ വെടിവെച്ചിട്ടതോടുകൂടി U2 എന്ന് പറയുന്ന ചാരവിമാനം സുരക്ഷിതമല്ലാതാവുകയും ആളുകൾക്ക് മുഴുവൻ ഈ വിമാനത്തെപ്പറ്റി മനസ്സിലാവുകയും ചെയ്തു. സോ CIA പുതിയൊരു വിമാനം വേണം. ഉയരത്തിൽ പറന്നാൽ മാത്രം പോരാ, അവിശ്വസനീയമായ വേഗത വേണം. അതിനുള്ള ഉത്തരമായിരുന്നു പ്രോജക്റ്റ് ഓക്സ്കാർട്ട്. ഇതിൽ നിന്നാണ് A-12 ഓക്സ്കാർട്ട് എന്ന് പറയുന്ന പുതിയൊരു വിമാനം ഏരിയ 51 ജനിക്കുന്നത്. ഇത്തരം വിമാനങ്ങളെ പല സ്ഥലങ്ങളിൽ ഉണ്ടാക്കിയിട്ട് റോഡ് മാർഗവും മറ്റും ഏരിയ 51 കൊണ്ടുവരുമ്പോൾ അതിനെ കൊണ്ടുപോകുന്ന വാഹനങ്ങളുടെ ഷേപ്പ് വളരെ വിചിത്രമാണ്. അപ്പോൾ ഒരാൾ കാണുമ്പോൾ അതെന്തോ ഫ്ലൈയിങ് സോസർ കൊണ്ടുപോകുന്ന വസ്തുവാണ് എന്നുള്ളത് പോലെ തോന്നും. ടൈറ്റാനിയം കൊണ്ട് നിർമ്മിച്ച ഈ വിമാനത്തിന് മണിക്കൂറിൽ 3500 കിലോമീറ്ററിലധികം വേഗത്തിൽ, അതായത് ശബ്ദത്തിനേക്കാൾ 3 ഇരട്ടി വേഗത്തിൽ 90,000 അടി ഉയരത്തിൽ പറക്കാനുള്ള ശേഷിയുണ്ടായിരുന്നു. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ രൂപം കണ്ട നമ്മൾ പേടിച്ചു പോകും. ഒരുമാതിരി പരന്ന ഡെൽറ്റ ചിറകുകളൊക്കെയുള്ള പറക്കും തളിക പോലെ ഇരിക്കുന്ന ഒരു വസ്തു. A-12 വിമാനത്തിൻ്റെ പരീക്ഷണങ്ങൾ പലതും പുതിയതും കൂടുതൽ ശക്തവുമായ UFO റിപ്പോർട്ടുകൾക്ക് അക്കാലത്ത് കാരണമായി. ഇതിൻ്റെ കുറച്ചുകൂടി പ്രശസ്തമായ 2 സീറ്റുള്ള പിൻഗാമിയാണ് SR-71 ബ്ലാക്ക് ബേർഡ്. ഇതിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കും, കാരണം ലോകം മുഴുവൻ ഇതിനെ അറിയാം. അത്രത്തോളം വേഗത്തിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. പിന്നീട് വന്നത് സ്റ്റെൽത്ത് ടെക്നോളജിയുടെ കാലമാണ്. 1970കളിൽ റഡാറിൻ്റെ കണ്ണിൽ പെടാത്ത വിമാനങ്ങൾ എന്ന വിപ്ലവകരമായ ആശയത്തിന് ഏരിയ 51 ഒരു ബേസായി മാറി. ഹാവ് ബ്ലൂ എന്ന വിചിത്ര രൂപിയായ മോഡലിൻ്റെ വിജയത്തെ തുടർന്ന് F-117 നൈറ്റ് ഹോക്ക് എന്ന ആദ്യത്തെ സ്റ്റെൽത്ത് വിമാനത്തിൻ്റെ പരീക്ഷണ പറക്കലുകൾ നടന്നു. രാത്രികാലങ്ങളിൽ നെവാഡയുടെ ആകാശത്തിലൂടെ ഒരു കറുത്ത ത്രികോണം പോലെ നിശബ്ദമായി നീങ്ങുന്ന അതിൻ്റെ രൂപം അജ്ഞാത പേടകങ്ങളുടെ കഥയ്ക്ക് പുതിയൊരു അധ്യായം തന്നെ എഴുതി ചേർത്തിരുന്നു. അപ്പോൾ ബോബ് ലാസർ കണ്ടുവെന്ന് പറയുന്ന പറക്കും തളികകൾ ഒരുപക്ഷെ അവിടെ പരീക്ഷിച്ചിരുന്ന F-12 അല്ലെങ്കിൽ F-117 പോലെയുള്ള വിമാനങ്ങളായിരിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഏരിയ 51 മറ്റൊരു രഹസ്യവുമായിരുന്നിരിക്കണം. പിടിച്ചെടുത്ത സോവിയറ്റ് വിമാനങ്ങളുടെ പരീക്ഷണമാണ് പിന്നീടുള്ളത്. സോവിയറ്റ് യൂണിയൻ്റെ ടെക്നോളജി എന്താണെന്നും അവരുടെ വീക്ക് പോയിന്റ് മനസ്സിലാക്കാനുമൊക്കെ പൈലറ്റുമാരെ സ്വാധീനിച്ചും മറ്റുമൊക്കെയാണ് പൂർണ്ണ സജ്ജമായ വിമാനങ്ങളെ അമേരിക്കയിലേക്ക് പറത്തുന്നത്. ഈ ഒരു ഏലിയൻ വിമാനങ്ങളെ, അതായത് സോവിയറ്റ് യൂണിയൻ്റെ വിമാനങ്ങളെ പഠിക്കാനും അവയ്ക്കെതിരെ തന്ത്രങ്ങൾ മെനയാനും ഏരിയ 51 കാര്യക്ഷമമായിട്ട് ഉപയോഗിച്ചിരുന്നു. നെവാഡയുടെ ആകാശത്തൊരു അമേരിക്കൻ പൈലറ്റ് സോവിയറ്റ് യൂണിയൻ്റെ മിഗ് വിമാനം പറത്തുന്നത് കണ്ടാൽ അത് തീർച്ചയായും ഒരു UFO ആയിട്ട് നമുക്ക് തോന്നും. നമുക്കല്ല, അമേരിക്കക്കാർക്ക് തോന്നും. ഏരിയ 51 ചരിത്രത്തിലെ ഭൂരിഭാഗം സമയത്തും അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ഒപ്പീനിയൻ എന്ന് പറയുന്നത് സൈലൻസ് ആണ്. അങ്ങനെയിരിക്കെ 2013 ഒരു വിവരാവകാശ രേഖയ്ക്ക് മറുപടിയായി CIA ഒരു ഡോക്യുമെൻ്റ് പുറത്തുവിട്ടു. അതിലൂടെയാണ് ഒബാമയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ചരിത്രത്തിൽ ആദ്യമായി തങ്ങൾക്ക് ഔദ്യോഗികമായി ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് എന്ന് സമ്മതിക്കുന്നത്. ഏരിയ 51 എന്നത് ഒരു യഥാർത്ഥ സ്ഥലമാണ് എന്ന ഡോക്യുമെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഗ്രൂം ലേക്കിലെ അതിൻ്റെ സ്ഥാനം കാണിക്കുന്ന മാപ്പുകൾ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. ചരിത്രം മാറ്റിമറിച്ച U-2 ഓക്സ്കാർട്ട് ചാരവിമാനങ്ങളുടെ പരീക്ഷണശാലയായിരുന്നു അവിടമെന്നും ഡോക്യുമെൻ്റ് കാണാം. പക്ഷേ ഈ ഒരു രഹസ്യ സ്വഭാവത്തിലുള്ള കഥകൾക്ക് UFOകൾക്കപ്പുറം വളരെ സത്യവും ട്രാജിക്കുമായിട്ടുള്ള ചില സംഭവങ്ങളും ഉണ്ടായതായിട്ട് അന്വേഷിക്കുമ്പോൾ കാണാൻ പറ്റും. 90കളിൽ അവിടുത്തെ മുൻ തൊഴിലാളികളും മരിച്ച തൊഴിലാളികളുടെ കുടുംബങ്ങളും അമേരിക്കൻ ഗവൺമെൻറ്റിനെതിരെ കോടതിയിൽ ഒരു കേസ് കൊടുത്തിരുന്നു. സ്റ്റെൽത്ത് വിമാനങ്ങളിലെ റഡാർ സിഗ്നലുകൾ ആഗിരണം ചെയ്യുന്ന പ്രത്യേക കോട്ടിങ്ങും മറ്റ് അപകടകരമായിട്ടുള്ള രാസവസ്തുക്കളും വലിയ കുഴികളിലിട്ട് കത്തിക്കുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നുവെന്നും അതിൽ നിന്ന് വരുന്ന വിഷപ്പുക ശ്വസിച്ച് തങ്ങൾക്ക് മാരകമായ അസുഖങ്ങൾ വന്നുവെന്നും ചിലർ മരിച്ചുവെന്നും കേസിൽ വാദിക്കുകയുണ്ടായി.
ഈ ഒരു കേസ് കോടതിയിൽ വന്നപ്പോൾ ഗവൺമെൻറ് സ്റ്റേറ്റ് സീക്രട്സ് പ്രിവിലേജ് എന്ന് പറയുന്ന വാദം ഉന്നയിക്കുകയുണ്ടായി. അതായത് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന രഹസ്യങ്ങൾ പുറത്തു വരുമെന്ന് പറഞ്ഞ് കോടതിയിൽ സ്വാധീനം ചെലുത്തുകയും ആ കേസ് തള്ളിപ്പോവുകയും ചെയ്തു. അങ്ങനെ തൊഴിലാളികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ഒരു നീതിയും കിട്ടിയില്ല. ഏരിയ 51 യഥാർത്ഥ രഹസ്യം ഒരുപക്ഷെ അന്യഗ്രഹ ജീവികളായിരിക്കില്ല, മറിച്ച് രാജ്യസുരക്ഷയുടെ പേരിൽ സ്വന്തം പൗരന്മാരുടെ ആരോഗ്യത്തിന് പോലും പുല്ലുവില കൽപ്പിച്ചതിൻ്റെ ദുരന്ത കഥയുമായിരിക്കാം. അങ്ങനെ നമ്മൾ എവിടെയാണ് എത്തി നിൽക്കുന്നത്? ഒരു സത്യത്തിൻ്റെ രണ്ട് മുഖങ്ങളെന്ന് തോന്നുന്ന രണ്ട് ഒപ്പീനിയൻസ്. ഒരു വശത്ത് തകർന്നു വീണ പറക്കും തളികകളുടെ അന്യഗ്രഹ ജീവികളുടെ പോസ്റ്റ്മോർട്ടത്തിൻ്റെ രഹസ്യ ഉടമ്പടികളുടെ വളരെ വലിയ കെട്ടുകഥ, ശീതയുദ്ധകാലത്തെ ഗവൺമെന്റിന്റെ തെറ്റിദ്ധരിപ്പിക്കലുകളും ബോബ് ലാസറിനെ പോലുള്ളവരുടെ യാതൊരു തെളിവുമില്ലാത്ത വെളിപ്പെടുത്തലുകളും നമ്മൾ ഈ പ്രപഞ്ചത്തിൽ ഒറ്റയ്ക്കല്ല എന്ന് വിശ്വസിക്കാനുള്ള നമ്മുടെ അടങ്ങാത്ത ആഗ്രഹവും ചേർന്നൊരുക്കിയ ഒരു വലിയ ആകർഷകമായ കഥ. മറുവശത്ത് ഏരിയ 51 എന്നത് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ചതും സൂപ്പറുമായിട്ടുള്ള വിമാനങ്ങൾ നിർമ്മിച്ച യഥാർത്ഥത്തിലുള്ള ഒരു സൈനിക താവളമാണെന്നുള്ള വസ്തുത. അതിന്റെ ആകാശത്ത് കണ്ട UFOകൾ മിക്കവാറും അമേരിക്ക നിർമ്മിച്ച U2, A-12, F-117 നൈറ്റ് ഹോക്ക് പോലെയുള്ള അത്യാധുനികമായിട്ടുള്ള അന്നത്തെ കാലത്തെ മനുഷ്യനിർമ്മിത അത്ഭുതങ്ങളായിരുന്നു. അതിന്റെ രഹസ്യങ്ങൾക്ക് കാരണം തങ്ങളുടെ സാങ്കേതിക വിദ്യ ശത്രുരാജ്യങ്ങളുടെ കയ്യിൽ പെടാതിരിക്കാനുള്ള തികച്ചും റാഷണൽ ആയിട്ടുള്ള ആവശ്യകതയായിരുന്നു. ഏരിയ 51 എന്നുള്ള പേര് ഇന്നും ലോകത്തെ ആകർഷിക്കുന്നുണ്ട്. 2019 സ്റ്റോം ഏരിയ 51 ദേ ക്യാൻ സ്റ്റോപ്പ് ആൾ ഓഫ് അസ് എന്ന പേരിൽ ഒരു ഫേസ്ബുക്ക് ഈവന്റ് ലോക ശ്രദ്ധ നേടി. നിങ്ങളും കേട്ടിട്ടുണ്ടായിരിക്കും. ലക്ഷക്കണക്കിന് ആളുകൾ തമാശയ്ക്ക് അതിൽ പങ്കുചേരുകയും അതിലേക്ക് പോകണം എന്നുള്ള രീതിയിൽ പല മൂവ്മെന്റുകൾ നടത്താൻ ശ്രമിക്കുകയും ചെയ്തു. സോ ഇത് കാണിക്കുന്നത് ഇപ്പോഴും ഈ മിത്തിന് എന്തുമാത്രം പ്രസക്തിയുണ്ട് എന്നുള്ളതാണ്. സോ എൻ്റെ അഭിപ്രായത്തിൽ ഏരിയ 51 രഹസ്യം ഇതാണ്. അന്യഗ്രഹ ജീവികളുടെ കഥയോ അതിലും വലിയ രഹസ്യങ്ങളെ മറയ്ക്കാനുള്ളൊരു കവചമോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് പല ടെക്നോളജികളെയും മറച്ചു പിടിച്ച് മനുഷ്യൻ തന്നെ മനുഷ്യർക്കെതിരെ ആക്രമിക്കാനുള്ള യുദ്ധങ്ങളും യുദ്ധോപകരണങ്ങളും ഉണ്ടാക്കാനും തന്ത്രങ്ങൾ മേനാനുമുള്ള ഒരു സ്ഥലമായിട്ടാണ് ഏരിയ 51 ഞാൻ കാണുന്നത്. സോ അറ്റ് ദ എൻഡ് ഏരിയ 51 എന്താണെന്ന് ചോദിക്കുമ്പോൾ ഒരുപക്ഷെ മനസുഖത്തിനും നമ്മുടെ ക്യൂരിയോസിറ്റി ഫീഡ് ചെയ്യാനും അത് അന്യഗ്രഹ ജീവികൾക്കുള്ള താവളങ്ങളാണെന്ന് പറയുമ്പോഴും അന്യഗ്രഹ ജീവികളേക്കാൾ വിചിത്രമായ മറ്റെന്തൊക്കെയോ പരീക്ഷണങ്ങൾ അതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ടായിരിക്കണം. അത് പൂർണ്ണമായും അമേരിക്കക്കാരായിട്ടുള്ള മനുഷ്യർ ചെയ്യുന്നതുമായിരിക്കണം. എങ്കിലും ലോകത്ത് എന്തുകൊണ്ടാണ് അമേരിക്കയിൽ മാത്രം അന്യഗ്രഹ ജീവികൾ വരുന്നതെന്നും ഏരിയ 51 തന്നെ തിരഞ്ഞെടുത്തത് എന്നതിനെക്കുറിച്ചൊക്കെ ഉള്ള സംശയങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഏരിയ 51 എന്ന് പറയുന്നത് ഒരു രസകരമായ സ്ഥലം മാത്രമാണെന്നുള്ളതേ ഉള്ളൂ. അതിന് കുറേ രഹസ്യാത്മകതയുണ്ട്, കുറേ ഏലിയൻ സ്വഭാവം പറയുന്ന ആളുകളുമുണ്ട്. ദാറ്റ്സ് ഇറ്റ്. ഒരു മരുഭൂമി പോലത്തെ പ്രദേശം, അതും അമേരിക്കയിൽ. അവർ അതിന് അണ്ടർഗ്രൗണ്ട് ഫെസിലിറ്റീസും മറ്റും വെച്ച് പല പരീക്ഷണങ്ങളും ചെയ്യുന്നു. മറ്റ് ലോകരാജ്യങ്ങൾക്കും ഇതുപോലെ രഹസ്യപരമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്, നമ്മുടെ ഇന്ത്യക്ക് ഉൾപ്പെടെ. പുറം ലോകം അറിയുന്നില്ല എന്നേ ഉള്ളൂ. എന്നാൽ കുപ്രസിദ്ധി ആർജിച്ച പുറം ലോകം ഒരുപാട് ചർച്ച ചെയ്യുന്ന ഒരു പ്രദേശം എന്നുള്ള നിലയ്ക്ക് ഏരിയ 51 ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നത് അന്യഗ്രഹ ജീവികളുടെ പേര് തന്നെയാണ്. ഞാൻ ഈ വീഡിയോ ചെയ്തു എന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പലരുടെയും മാറണമെന്നില്ല. ഒരുപാട് പേർക്ക് സത്യം അറിയാം, ചിലർ ഞാൻ പറയുന്ന കാര്യം വിശ്വസിച്ചെന്നിരിക്കും. പക്ഷെ പിന്നെയും മറ്റു ചിലർക്ക് ഏരിയ 51 അന്യഗ്രഹ ജീവികളുടെ സ്ഥലമാണെന്ന് വിശ്വസിക്കാനായിരിക്കും ഇഷ്ടമായി തുടരുന്നതിൽ പ്രശ്നമില്ല. പക്ഷേ തങ്ങളുടെ ഇഷ്ടങ്ങൾ തെളിവില്ലാത്ത സത്യങ്ങളാണ് എന്ന് വാദിച്ച് ഫലിപ്പിക്കാൻ നോക്കുമ്പോൾ ഒരുപക്ഷെ സത്യത്തിന് നിരക്കാത്ത കാര്യങ്ങളായി മാറും. സോ അവസാനമായി ഹൗ ടു സ്പീക്ക് കോൺഫിഡൻ്റ്ലി എന്ന് പറയുന്ന ഒരു സ്പീക്കിംഗ് കോഴ്സ് ഞാൻ റൺ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാൻ ചില ടിപ്സും ട്രിപ്സും പ്രാക്ടിക്കലായിട്ടുള്ള പരിശീലനങ്ങൾ നൽകുന്ന ഒരു കോഴ്സാണത്. ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ആ കോഴ്സിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അവിടെ കാണാം. അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടുന്നത് വരെ